ഇന്ന് ദോശയും കറിയാണ്. കറിയിൽ പല ഐറ്റങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ക്യാരറ്റാണ്. ഇതെന്താണെന്നാവോ, കായാണോ എന്താ? കിഴങ്ങ. അതൊക്കെ പോട്ടെ, ഇങ്ങനെ സാധനം നീളത്തിലൊരു സാധനം കാണാം. ഇത് കുരുമുളകാണ് എന്നാണ് മനസ്സിലാവുന്നത്. സാധാരണ നമ്മൾ കുരുമുളക് പൊടിയായിട്ടും കുരുമുളക് മണിയായിട്ടൊക്കെ, ഇത് ഇങ്ങനെ അതിൻ്റെ ഇത് തോക്കാന്ന് പറഞ്ഞോ തിരിയെന്നാ പറയാറില്ല. നിങ്ങളുടെ അവിടെ എന്താ പറയാ? തിരിയെന്നാണോ? എന്തായാലും ഈ സാധനം ഇതേപടി ഇടുക എന്ന് പറഞ്ഞാലേ, ഇനി കുറച്ച് കഴിഞ്ഞാൽ കുരുമുളകിൻ്റെ വള്ളി ഒന്നാകെ കറിയിൽ കാണുമോ, അതോ പാചകം തന്നെ കുരുമുളകിൻ്റെ ചുവട്ടിലേക്ക് ആക്കുമോ ഒന്നും അറിയില്ല. അപ്പോൾ ഇന്നത്തെ ഇതിലുള്ള ഇതിലെന്താ, ഈ കറിക്ക് എന്താ പേര് പറയാ? മസാലക്കറി. അപ്പോൾ ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം പറയുള്ളത് ഈ സാധനത്തെ പറ്റിയിട്ട്? ഇതിന്റെ അടിസ്ഥാനം എന്താ? തെങ്ങമ്മ പടർത്തിയിരിക്കുന്ന കുരുമുളകിന്റെ. അതെ, തെങ്ങൊക്കെ നല്ല കാര്യം. തെങ്ങ് കൽപ്പവൃക്ഷമാണ്. തേങ്ങ ഇടാൻ ആള് അപ്പൊ അതിൽ നിന്ന് ധാരാളം കുരുമുളക് ഉണ്ടായിട്ടുണ്ട്. ചാടി ഉതിർന്ന് ചാടി ഇറക്കി എടുത്ത ഞാനാണ്. ചാടി കഴിഞ്ഞപ്പോ അത് ഉണക്കാൻ പറ്റും. അപ്പൊ അതിന്മേന്ന് തിരിയുമേന്ന് പോരാൻ ബുദ്ധിമുട്ട്. അപ്പൊ അത് കളയണ്ടല്ലോ. എന്താ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പൊടി ഇല്ലായിട്ടല്ല, കുരുമുളക് പൊടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ പൊടിച്ചു വെക്കാറുണ്ട്. ഇതിപ്പോ കുരുമുളക് പറിച്ചിട്ടില്ല. അതാണ് സംഭവം. പൊട്ടറ്റോ ഒക്കെ കറി ഉണ്ടാക്കുമ്പോൾ ഗ്യാസിന് നല്ലതാണ്. ഇഞ്ചി കുരുമുളക് ഒക്കെ ഇടാറുണ്ട്. വെളുത്തുള്ളി ചിലപ്പോൾ കാണാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ബില്ലല്ലേ.